സർവകലാശാലയുടെ പേര് ശാരദാപീഠം എന്നാണ്. ആ സ്കോളറിനെ അറിയാവോ? അദ്ദേഹത്തിന്റെ പേരാണ് ജഗദ്ഗുരു ആദിശങ്കരൻ. മനസ്സിലായി? കാലടിക്കാരൻ. ശാരദ സർവകലാശാലയിൽ നിന്ന് പഠിച്ച ആളാണ്. അന്ന് അമേരിക്ക എന്ന് പറഞ്ഞൊരു രാജ്യമില്ല. നാരദൻ ലോകം മുഴുവൻ ചുറ്റിയതായിട്ട് പുരാണത്ത് പറയുന്നു. പക്ഷെ നാരദൻ അമേരിക്ക പോയില്ല. കാരണം ഈ പുരാണങ്ങൾ എഴുതുന്ന കാലത്ത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം കണ്ടുപിടിച്ചിട്ടില്ല. അതൊക്കെ വിട്ടു. നമ്മുടെ രാജ്യത്തെ ഉപനിഷത്തുകളും വേദങ്ങളും വേദാന്തമൊക്കെ നോക്കൂ. ഈ വേദങ്ങളൊന്നും തന്നെ ആരും എഴുതി വെച്ചിരുന്നില്ല. എല്ലാം ചൊല്ലിപ്പടിക്കലാണ്. വേദങ്ങൾ പഠിപ്പിക്കുന്ന ആളെ വിളിക്കുന്നത് ഓദിക്കനെന്നായിരുന്നു. ഏദിക്കനല്ല, ഓദിക്കനാണ്. എഴുതിക്കനല്ല, ഓതിക്കൊടുക്കലാണ്. ഓത്തു ചൊല്ലുക എന്ന് പറഞ്ഞിട്ടില്ലേ, പറഞ്ഞു കൊടുക്കലാണ്. ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്നറിയോ? കുറെ വിട്ടുപോകും, കുറെ കൂട്ടിച്ചേർക്കും. നമുക്ക് വായിക്ക് തോന്നിയ പാടുമല്ലോ. നമ്മുടെ ഗാനമേളയിലെല്ലാം നമുക്ക് ചില പാട്ടുകളിൽ അങ്ങനെ ഒരു വാക്കേ ഉണ്ടാവില്ല. ചരബിന്ദുമല ദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി നീട്ടി എന്നൊരു പാട്ടുണ്ട്. എല്ലാ ഗാനമേളക്കും പാടും ശരബിന്ദു. അങ്ങനെ ശരബിന്ദു ഇല്ല. ശരബിന്ദു നല്ല കവി എഴുതിയത് ശരബിന്ദുവാണ്. ശരത്ത് കൂട്ടണം ഇന്ദു, ശരബിന്ദു. പക്ഷെ എല്ലാരും പാടും ശരബിന്ദു. ഇങ്ങനെ കുറെ വാക്കുകൾ തെറ്റി ഉച്ചരിക്കും. ഞാൻ ഒരു ടൂറ് പോയി, ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടി ഒരു ബസ്സിൽ ടൂർ പോകുമ്പോ ഇടത്തുവത്തെ സീറ്റിലും വലത്തെ സീറ്റിലും ഇരിക്കുന്നവർ തമ്മിൽ മത്സരം, അന്താക്ഷരി. സിനിമാ ഗാനത്തിന്റെ ആദ്യത്തെ വരി പാട്ട്, എന്നിട്ട് അവസാനത്തെ വാക്കിന്റെ ആദ്യാക്ഷരം വെച്ചിട്ട് അടുത്ത ടീം തുടങ്ങണം. അന്താക്ഷരി. അപ്പൊ ഞാനൊരുപാട് സിനിമ പാട്ട് അറിയുന്നതായതുകൊണ്ട് നമ്മൾ തന്നെ ജയിക്കും എല്ലാവരും വിചാരിക്കും. നോക്കുമ്പോ എന്റെ കാലക്കേട്, എന്റെ പക്ഷത്ത് വന്നതെല്ലാം നാന്ന് തുടങ്ങുന്ന അക്ഷരം. ഒരുവിധം നാന്ന് തുടങ്ങുന്ന പാട്ടുകൾ മുഴുവൻ ഞാൻ പാടി. അവസാനം പിന്നെയോ അതാ വരുന്നു നാലിന് ഒറ്റ പാട്ടില്ല. ഇപ്പൊ തോക്കും ഞങ്ങളുടെ അഭിമാനം എല്ലാം നഷ്ടപ്പെടാൻ പോവാ. ഇപ്പൊ തോക്കും. ഞാൻ ഒരൊറ്റ പാട്ട്, നട്ടപ്പാതിരവായി നേരം പനി നീ കുളിരം വിളിയും, അങ്ങനെ ഞങ്ങൾ ജയിക്കും. സത്യത്തിൽ നട്ടപ്പാതിരാവായി എന്ന് പറഞ്ഞൊരു പാട്ടില്ല. വെറും പാതിരാവായിയേ ഉള്ളൂ. നട്ട ഞാൻ കൂട്ടിയതാണ്. പക്ഷെ ആ പൊട്ടന്മാർക്ക് മനസ്സിലായില്ല നട്ടൻ കൂട്ടിയതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഉദാഹരണം പറഞ്ഞ, ഇതുപോലെ വേദങ്ങളിൽ കൂട്ടിച്ചേർക്കലുണ്ടായി, കുറെ കൊഴിഞ്ഞുപോയി. ആ വേദങ്ങളുടെ മൂല്യം നഷ്ടപ്പെട്ടപ്പോ കൃഷ്ണൻ എന്ന പേരുള്ള ഒരാള്, അയാൾ ദ്വീപിൽ ജനിച്ചത് കൊണ്ട് കൃഷ്ണദ്വൈവായൻ എന്ന പേര്. അയാൾ ഈ വേദങ്ങളെ മുഴുവൻ കലക്ട് ചെയ്തു, കേട്ട് പഠിച്ചു, മുഴുവൻ പഠിച്ചു. എന്നിട്ട് എഡിറ്റ് ചെയ്തു, സംശോധനം നടത്തി. അതിന്റെ തകരാറുകൾ, ഒഴിഞ്ഞുപോയത് കൂട്ടിച്ചേർത്ത്, വേണ്ടാതെ കൂട്ടിച്ചേർത്തത് ഒഴിവാക്കി. എന്നിട്ട് 4 പാർട്ടാക്കി എഴുതി വെച്ചു. ഋക്ക്, യജുസ്, സാമം, അധർമ്മം. ഈ പ്രക്രിയക്ക് എന്താ പറയാന്നറിയോ? സംസ്കൃതത്തിൽ കലക്ട് ചെയ്ത്, എഡിറ്റ് ചെയ്ത്, പബ്ലിഷ് ചെയ്യുക. സംവാദകൻ, സംശോധകൻ, പ്രസാധകൻ. വ്യസിക്കുക എന്നാ പറയാ, വ്യസിക്കുക. അങ്ങനെയാണ് വേദങ്ങളെ വ്യസിച്ചത് കൊണ്ടാണ് വേദവ്യാസൻ. അതെന്തൊരു ബുദ്ധിയാണ്! ഇത് മുഴുവൻ പഠിച്ചില്ല. ഉപനിഷത്തുകൾ 1,64,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം എന്ന ഒരു കാവ്യം, ഒരു കഥയും അങ്ങോട്ടും ഇങ്ങോട്ടും യുക്തിവർണ്ണമില്ലാതെ എഴുതി വെച്ചില്ല. അതിൽ 20,000 പേരുണ്ട്. 20,000 പേരുണ്ട് മഹാഭാരതം. അറിയോ? ഒരു പേരും അർത്ഥമില്ലാത്തതല്ല. നമ്മളെ കുട്ടിയൊക്കെ ഇന്ന് പേരിടും പോലെയല്ല. അന്ന് എല്ലാ പേരും അർത്ഥം ഉണ്ടായിരുന്നു. നമ്മളിന്ന് കുട്ടികൾ, എന്റെ നാട്ടിലൊരു കുട്ടീന്റെ പേര് ടിങ് ടോങ്, ടിങ് ടോങ്. ഞാൻ ചോദിച്ചു, ജപ്പാനീസ് പേരാണോ? അല്ല. പേരിന്റെ കാര്യത്തിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും രാത്രി മുഴുവൻ തർക്കം, ഏത് പേരിടും. അവസാനം കുട്ടിയുടെ അച്ഛൻ മധ്യസ്ഥം പറഞ്ഞിട്ട് പറഞ്ഞു, നാളെ രാവിലെ ആദ്യം കേൾക്കുന്ന പേരേതാണോ അതിടുന്നു. അപ്പൊ രാവിലെ അപ്പുറത്തെ ഗോവിന്ദേട്ടൻ വന്നിട്ട് കോളിംഗ് ബെൽ അമർത്തി. ടിങ്, ടാങ്, ടീം, ടാം, അപ്പ പേര്. ഇന്ന് പേരിനൊന്നും അർത്ഥമില്ല. 1,64,000 പേരുണ്ട്. 1,64,000 പേരുണ്ട്. 1,64,000 പേരുണ്ട് മഹാഭാരതം. അറിയോ? ഒരു പേരും അർത്ഥമില്ലാത്തതല്ല.
എന്നാൽ പുരാണങ്ങളിൽ 18 പുരാണങ്ങളിൽ എല്ലാം കൂടി 10,36,000 പേരുകളുണ്ട്. ഈ പേരുകളെല്ലാം അർത്ഥമുള്ള പേരായിരുന്നു. ഇത് മുഴുവൻ കണ്ടുപിടിക്കട്ടെ. ധൃതരാഷ്ട്രയുടെ മക്കൾ 100 ആളുണ്ട്. 100 ആളും പേര് കണ്ടുപിടിച്ചില്ലേ? ഇപ്പൊ 2 മക്കളെ പേരിടാൻ വേണ്ടിയിട്ട് ആരോടെല്ലാം ചോദിക്കുന്നു, ഏതെല്ലാം നെറ്റിലാവപ്പം 100 മക്കൾക്ക് പേരിട്ടു. എന്തൊരു ബുദ്ധിയാ! അതെല്ലാം വിട്ടേക്ക്. നമ്മൾ ഇംഗ്ലീഷ് മരുന്നുണ്ടല്ലോ, ഇഞ്ചക്ഷനും കുപ്പി മരുന്നതും ഗുളികയല്ല, ഇത് കണ്ടുപിടിച്ചിട്ട് 10-200 കൊല്ലയായിരുന്നു അല്ലേ? മെൻഡലീയത്തിന്റെ പട്ടികയും 104 മൂലകങ്ങളും ആ മൂലകങ്ങളുടെ രാസത്വരക ശക്തിയും ലാബറട്ടറികളിൽ ടെസ്റ്റ് ട്യൂബും ഫണലും ഉപയോഗിച്ച് പരീക്ഷണം നടത്തി എക്സ്റേയും മൈക്രോസ്കോപ്പും ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇംഗ്ലീഷ് മരുന്നിന്റെ അറിവ് വളർന്നത്. എന്നാൽ ഈ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു ലാബറട്ടറി ഇല്ല, ഒരു മൈക്രോസ്കോപ്പും ഇല്ലാത്ത കാലത്ത് മരങ്ങളുടെ ചെടിയും മരങ്ങളുടെ ഇലയും അല്ലെ, ചെടികളും വള്ളികളുടെ ഇലയും തൊലിയും പൂവും കായും വേരും ഏത് ലാബിലാ ടെസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ? ഈ ലാബിൽ വായിൽ ചവച്ചരച്ചു നോക്കിയിട്ട് അത് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് 1000കണക്കിന് കഷായം, അരിഷ്ടം, ലേഹ്യം, വടകം, ഗുളിക, തൈലങ്ങൾ ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും എത്ര ബുദ്ധിമാന്മാരാ! അതുകൊണ്ടാണ് പാശ്ചാത്യര് പറയുന്നത് വിസ്ഡം അറൈസ് ഫ്രം ഈസ്റ്റ്, വിവേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്. വിവേകം കിഴക്ക് നമ്മളാ പൗരസ്ത്യം. അത്രയും വിവേകശാലികളായിരുന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞു എന്തിനാന്ന് മനസ്സിലായത്? ഇത്രയും അറിവുണ്ടായിട്ട് എന്താ നമ്മുടെ രാജ്യം പറഞ്ഞുകൊണ്ട് പോയത്? പട്ടിണി രാജ്യമായി പോയത്, അന്ധവിശ്വാസങ്ങളുടെയും കൂടോത്രത്തിന്റെയും രാജ്യമായി പോയത്. ഗൗരവതരമായി അധ്യാപകരും രക്ഷിതാക്കളും ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികളും ചിന്തിക്കണം. ദൂരെ ഒന്നും ചിന്തിക്കണ്ട. ഈ ഗ്രൗണ്ടിൽ, ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഇത്രയും വിവരമുള്ള നമ്മുടെ രാജ്യത്ത് കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരു സാധനം ഉണ്ടോ? ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ആണോ? വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, പേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഫാന് കണ്ടുപിടിച്ചത്, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണോ? ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? സിമന്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? കാറ് കണ്ടുപിടിച്ച, ലോറി കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഓട്ടോറിക്ഷ കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഒന്നും ഇന്ത്യ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഇരിക്കുന്ന കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഇതൊക്കെ വിദേശികൾ കണ്ടുപിടിച്ച സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തേ നമ്മുടെ ബുദ്ധി എവിടെ പോയി? അവിടെയാണ് ഈ വിദ്യാലയ മുറ്റത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട EO സ്റ്റേജിൽ ഇരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തലതിരിഞ്ഞു പോയി. എന്താ തലതിരിഞ്ഞെന്നറിയോ? തലതിരിഞ്ഞത് ചോദ്യം വായിക്കൂ, ഉത്തരം പഠിക്കും. അതാണ് നമ്മളെ പ്രശ്നം. ചോദ്യം വായിക്കുക, ഉത്തരം പഠിക്കുക. ഇത് അടിച്ചു പൊളിക്കണം മക്കളെ. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ? ഉടനെ ഉത്തരം പറയണേ. പേരുണ്ടാക്കുന്നത് ആരാ? തേനീച്ച. എല്ലാരും ഉത്തരം പറഞ്ഞില്ലേ? പക്ഷെ തെറ്റാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാ. തേനീച്ച ഇതുവരെ പേരുണ്ടാക്കിയിട്ട്. കണ്ടോ? ഇതാണ് ചോദ്യം പഠിക്കാത്തതിന്റെ കുഴപ്പമായിരുന്നു. നിങ്ങൾ എല്ലാ ചോദ്യവും പെട്ടെന്ന് ഉത്തരം പറയുന്നു. ചോദ്യത്തെ പറ്റി ചിന്തിക്കണം. തേനീച്ച ഇതുവരെ ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. തേനുണ്ടാക്കാൻ പൂക്കൾക്കേ കഴിയൂ. പക്ഷേ എല്ലാ പൂക്കളിലുള്ള തേന് തേനീച്ച കുടിക്കുന്നില്ലല്ലോ, ഉറുമ്പുകൾ കുടിക്കുന്നില്ലല്ലോ. ആ പൂവെല്ലാം മണ്ണിൽ തൂവിപ്പോകുന്നു. കോടാനുകോടി വർഷമായി പൂക്കളെല്ലാം മണ്ണിൽ വീണടിയുമ്പോൾ ആ പൂവിലെ തേനെല്ലാം മണ്ണിൽ ലയിച്ചു ചേർന്നിട്ട് എന്തേ മണ്ണിന് മധുരമില്ലാത്തത് ഏതൊരു ഭക്ഷണ പദാർത്ഥം പോലെ തേനും 2 ദിവസം കൊണ്ട് കെട്ടുപോകും. 2 ദിവസമേ തേനും. അപ്പൊ നിങ്ങൾക്കിടെ മനസ്സിലൊരു ചോദ്യം വരും,
നമ്മൾ ഉപയോഗിക്കുന്ന തേന് കെട്ടുപോകുന്നില്ലല്ലോ. ഏറെ കാലം നിൽക്കുന്ന ഔഷധ ഗുണമുള്ള സാധനല്ലേ. അവിടെയാണ് മനസ്സിലാക്കുന്നത്. തേനീച്ച പൂവിൽ നിന്ന് തേന് ശേഖരിച്ച് അത് അപ്പടി തേൻപലയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ ആ തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകുമായിരുന്നു. പക്ഷെ തേനീച്ച അത് അതുപോലെ കൊണ്ടുവെക്കലല്ല അതിന്റെ പണി. അത് കുടിച്ച് ദഹിപ്പിച്ച തേനാണ് തേൻപലയിൽ കൊണ്ടുപോയി വെക്കുന്നത്. ആ തേൻ അതിന്റെ സ്വന്തം തേനാണ്. ഇവിടെ തേനീച്ച ആരാണെന്ന് അറിയോ മക്കളെ? നിങ്ങൾ തേനീച്ചകളാണ്. എന്താ പൂക്കൾ എന്ന് പറഞ്ഞാൽ അറിയാമോ? പുസ്തകങ്ങളാണ്. അതിലെ അറിവാണ് തേന്. നിങ്ങൾ ആ അറിവെടുത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പോയാൽ പോരാ. അത് നിങ്ങളെ അറിവും യുക്തിയും വികാരങ്ങളും ചേർത്ത് ദഹിപ്പിക്കണം. നോളജ് എന്ന വാക്കിന് എപ്പോഴാണ് നോളജ് ആവുന്നത്? 3 വാക്കുകൾ, 3 കാര്യങ്ങൾ ചേരുമ്പോഴാണ് നോളജ് ഉണ്ടാവുന്നത്. ഒന്ന്, അത് സത്യമായിരിക്കണം. എന്നാലേ നോളജ് ആവും. സങ്കല്പവും അനുമാനവും ഒന്നും നോളജ് അല്ല, സത്യമായിരിക്കണം. രണ്ടാമത്തത്, അത് സത്യമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ യുക്തിയുള്ളതായിരിക്കണം. മൂന്നാമത്തത്, അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യം വേണം. ഇത് സത്യമാണ്. പക്ഷെ നമ്മൾ ഈ പഠിക്കുന്നതും പലരും പഠിക്കുന്നവർക്ക് ബോധ്യമില്ല. പ്രത്യേകിച്ച് അധ്യാപകർക്ക് ബോധ്യമില്ല. ഞാൻ തെളിവ് തരാം. അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നത് സത്യമാണെന്ന് ഭൂരിപക്ഷം അധ്യാപകർക്കും ബോധ്യമില്ല എന്ന് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ചോറ് വന്നോ നോക്കാനുള്ള ഒരു ന്യായമുണ്ട് സംസ്കൃതത്തിൽ, സ്ഥാനീ പുലാന ന്യായം. ചോറ് വന്നോ നോക്കാൻ കലത്തിലെ മുഴുവൻ മറ്റും പിടിച്ചു നോക്കണ്ട, 1 2 മറ്റു പിടിച്ചു നോക്കിയാൽ കലത്തിലെ മൊത്തം ചോറിന്റെ വേവ് മനസ്സിലാവും. അതുപോലെ അധ്യാപകര് പഠിപ്പിക്കുന്നത് സത്യമാണെന്ന് അവർക്ക് ബോധ്യമില്ല എന്നതിന് ഞാനൊരു തെളിവ് പറയാം. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അധ്യാപകർ പഠിപ്പിക്കാറില്ലേ? സൂര്യഗ്രഹണം ഉണ്ടാവുന്നത് സൂര്യൻ അങ്ങേ തലക്ക്, നടുക്ക് ചന്ദ്രൻ, ഇങ്ങേ തലക്ക് ഭൂമി വരുമ്പോ ചന്ദ്രനെ മറഞ്ഞിട്ട് സൂര്യനെ കാണാതാകുന്നതാണ് സൂര്യഗ്രഹണം. ഇങ്ങനെയല്ലേ പഠിച്ച? ഇനി ചന്ദ്രഗ്രഹണം നടുക്ക് ഭൂമി, ഇങ്ങേ തലക്ക് സൂര്യൻ, അങ്ങേ തലക്ക് ചന്ദ്രൻ. നേർരേഖയിൽ വരുമ്പോ ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിയുന്നതാണ് ചന്ദ്രഗ്രഹണം. അങ്ങനെയല്ലേ പഠിപ്പിച്ച? ഉറപ്പല്ലേ? അല്ലാതെ പാമ്പ് വിഴുങ്ങിയിട്ടല്ലല്ലോ, രാഹു വിഴുങ്ങിയിട്ടല്ലല്ലോ, അങ്ങനെ ഒരു പാമ്പില്ലല്ലോ. എന്നിട്ടും നമ്മുടെ അധ്യാപകരുടെ മക്കളുടെ കല്യാണത്തിന് സകലയാളും രാഹുകാലം. അപ്പൊ ഇവർക്കത് ബോധ്യമില്ലെന്നല്ലേ? ഈ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു രാഹു എന്ന് പറയുന്ന ഒരു സാധനം, ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ പഠിച്ച MSc-യും M.Com-ഉം B.Ed.ഉം എല്ലാം കഴിഞ്ഞ മാഷന്മാരോട് ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കുക, നിങ്ങളെല്ലാം രാഹുകാലം നോക്കിയിട്ടാ സ്കൂളിൽ ചേരാൻ വരെ പറയും. ഒപ്പിടാൻ രാഹുകാലം നോക്കി, കല്യാണത്തിന് രാഹുകാലം നോക്കി. രാഹു എന്ന് പറയുന്ന ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ എവിടെയുണ്ട് ഉള്ളത് നിങ്ങൾ തെളിയിച്ചു തന്നാൽ നിങ്ങളുടെ പേര് ഇപ്പോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു 50 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ എന്റെ വീടും പറഞ്ഞു. രാഹു എന്ന് പറയുന്ന സാധനം ഈ ലോകത്തുണ്ട് തെളിയിച്ചു തന്നാൽ ഉണ്ടോ? അപ്പൊ മാഷന്മാർക്ക് ഇത് ബോധ്യമുണ്ടോ? ഇല്ല. ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം ഉണ്ടായിട്ടും ഈ കേരളത്തിൽ ഇത്രയും അറിവുണ്ടായിട്ടും നിങ്ങൾ നോക്കൂ, 750 കോടി മനുഷ്യരുണ്ട് ഇന്ത്യയിൽ. ലോകത്ത് ഇന്ത്യയിൽ 140 കോടി മനുഷ്യരും. അതിൽ കേരളത്തിൽ 3 കോടിയേ ഉള്ളൂ. അതിൽ 2 കോടി ഹിന്ദുക്കളേ ഉള്ളൂ. ആ 2 കോടി ഹിന്ദുക്കളിൽ 25 ലക്ഷം യുവാക്കൾ യുവതികളേ ഉള്ളൂ. എന്നാൽ ആകാശത്തൊരു ഗ്രഹം 750 കോടിയും വിട്ട് 140 കോടിയും വിട്ട് 3 കോടിയും വിട്ടിട്ട് ഈ കേരളത്തിലുള്ള 25 കോടി ഹിന്ദു യുവാക്കളുടെ മാത്രം കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടൊരു ഗ്രഹം ഇപ്പോഴുണ്ട് സജീവമായി കേരളത്തിൽ. ചൊവ്വാഗ്രഹം ഇല്ലേ? ചൊവ്വാദോഷം ഇല്ലേ? ചൊവ്വാദോഷം കൊണ്ട് പണ്ടല്ല പെൺകുട്ടികളാ മൂലക്കായി പോകും. ഇപ്പൊ ആൺകുട്ടിക്ക് പുറകെ പെണ്ണിന് കിട്ടുന്നില്ല. പണ്ട് പെൺകുട്ടിയൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ പെണ്ണു, ആൺകുട്ടിക്ക് പെണ്ണിനെ കിട്ടുന്നില്ല. എന്താ? ചൊവ്വാദോഷം. ചേട്ടാ, ഈ ചൊവ്വയും ചന്ദ്രനൊക്കെ ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടല്ലേ നക്ഷത്രങ്ങളുടെ രാജാവാണ് ചന്ദ്രൻ എന്നല്ലേ പറഞ്ഞേ? നക്ഷത്രങ്ങളുടെ രാജാവാണ് ചന്ദ്രൻ. ഉടുമതി
സത്യത്തിൽ നക്ഷത്രങ്ങളുടെ രാജാവ് പോയിട്ട് നക്ഷത്രങ്ങളുടെ ഭർത്താവ് തെളിവ്. ചന്ദ്രന്റെ ഭാര്യ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഏതാണെന്നറിയോ? ചന്ദ്രന്റെ ഇഷ്ടപ്പെട്ട ഭാര്യ ചിത്രയാ. ചിത്ര. കാരണം ചന്ദ്രന്റെ തൊട്ടടുത്ത. വൈശാലി സിനിമയുടെ പാട്ട് കേട്ടിട്ടില്ലേ? ചിത്ര പാടിയ ചിത്രയുടെ പാട്ട്. ചിത്ര നക്ഷത്രമിന്ന് രാവിൽ ചിതാംശുവിനോടൊത്തു ചേരുവാനോടി അണഞ്ഞതെന്തേ, അതിൻപൊരുൾ നിനക്കേതും അറിയില്ലല്ലോ, അതിൻപൊരുൾ നിനക്കേതും അറിയില്ലല്ലോ. എന്നാൽ നക്ഷത്രങ്ങളുടെ രാജാവല്ല, നക്ഷത്രങ്ങളുടെ ഗ്രഹമല്ല, അതിന്റെ ഉപഗ്രഹം മാത്രമാണ് ചന്ദ്രൻ. എന്നിട്ട് ഇപ്പോൾ ചന്ദ്രദശയും കൊണ്ട് നടക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം പിറകോട്ട് പോയതിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നമ്മുടെ രാജ്യം അധ്യയന വർഷം ആരംഭിക്കുന്നത് ജൂണിലാണ്, തീരുന്നത് മാർച്ചിലാണ്. ഇതിന്റെ കണക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അധ്യയനം എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്ന ഒരു കുട്ടിയുണ്ടോ? കൈവക്കൂ. എന്താണ് അധ്യയനം? അധ്യയനം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? അറിയുന്ന ഏതോ കുട്ടിയുണ്ടെന്ന് കൈവക്കൂ. എന്നാ കുട്ടികൾ ഇപ്പൊ മനസ്സിലാക്കിക്കോ എന്താ അധ്യയനം. രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് അധ്യയനം എന്ന വാക്കുണ്ടായത്. ഒന്ന് അധി, രണ്ട് അയനം. എന്നാണ് അധി. 2024 അധിവർഷമായിരുന്നു. എന്താ അധിവർഷം? 2024 366 ദിവസം ഉണ്ടായിരുന്നു. ഒരു ദിവസം അധികം ഉണ്ടായിരുന്നു. ഫെബ്രുവരി 28 പകരം 29 ഉണ്ടായിരുന്നു. അപ്പൊ അധി എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, കൂടുതലാണ്. അധി കൂടുതൽ. അയനം യാത്ര. രാമന്റെ അയനമാണ് രാമായണം, രാമന്റെ യാത്ര. അധി അയനം. പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് യാത്ര ചെയ്യണം മക്കളെ. പാഠപുസ്തകം പഠിച്ചാൽ പോരാ. പാഠപുസ്തകം പഠിച്ചാൽ നിങ്ങൾ അസ്ഥിവാരമുണ്ടാക്കിയ വീട് പോലെയാ. അസ്ഥിവാരമുണ്ടതുകൊണ്ട് ഒരു വീടാവുന്നില്ല. അവിടെ നിന്ന് മേലോട്ട് അധ്യാപകരും പാഠപുസ്തകവും നിങ്ങൾക്ക് തരുന്നത് അറിവിന്റെ അസ്ഥിവാരം മാത്രമാണ്. അവിടെ നിന്ന് തറ കെട്ടേണ്ടതും ചുമര് വെക്കേണ്ടതും മേൽക്കൂര ഉണ്ടാക്കേണ്ടതും നിങ്ങളാണ്. നിങ്ങൾ മാഷന്മാർ പറയുന്നതും വിശ്വസിച്ചു പോകരുത്. നിങ്ങൾക്ക് വിശ്വാസം വരുന്നവരെ ചോദ്യങ്ങൾ ചോദിക്കണം. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഉള്ളവർ ഇല്ലാത്തവരോട് ചോദിക്കുമോ? ഇല്ലാത്തവർ ഉള്ളവരോട് ചോദിക്കുമോ? ഉള്ളവർ ഇല്ലാത്തവരോടാണോ ചോദിക്കേണ്ടത്? ഇല്ലാത്തവർ ഉള്ളവരോടാണോ ചോദിക്കേണ്ടത്? ഇല്ലാത്തവർ ഉള്ളവരോടല്ലേ? ആണ്. അറിവുള്ളവർ മാഷന്മാരാണോ കുട്ടികളാണോ? മാഷന്മാർ അല്ലേ. ഇല്ലാത്തവർ കുട്ടികൾ. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ് ഇല്ലാത്തവർ ഉള്ളവരോടാ ചോദിക്കേണ്ടതെന്ന്. അപ്പൊ ചോദ്യം ചോദിക്കേണ്ട ആരാ? ചോദ്യം ചോദിക്കേണ്ട ആരാ? വിദ്യാർത്ഥികളല്ലേ. ഉത്തരം പറയേണ്ട ആരാ? അധ്യാപകരല്ലേ. പക്ഷെ ഇപ്പൊ ആരാ ചോദ്യം ചോദിക്കുന്നത്? മാഷ്. ഉത്തരം പറയേണ്ട ആരാ? കുട്ടികൾ. ഉത്തരം അറിയുന്നു പിന്നെ നിങ്ങൾ സ്കൂളിൽ വരുമോ? ഉത്തരം അറിയാത്തതുകൊണ്ടല്ലേ സ്കൂളിൽ വരുന്നത്. പിന്നെ ഏത് ഉത്തരമാണ് ചോദിക്കുന്നത്? ഞാൻ കാണിച്ചു തരാം. എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് ഈ നാട്ടിൽ, എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ തരംഗമായ ഐഷക്കുട്ടി, ആശാനും പിള്ളേരും എന്ന ചാനലിലൂടെ അറിയപ്പെടുന്ന ഐഷക്കുട്ടിയുണ്ട്. ഐഷക്കുട്ടി ഒന്ന് സ്റ്റേജിലേക്ക് വാ. മോളെവിടെ നിൽക്ക്? ഐഷക്കുട്ടി. എന്റെ എല്ലാ പ്രസംഗങ്ങളും ഐഷക്കുട്ടി അതേ ശബ്ദത്തിൽ അനുകരിച്ചിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടുന്ന ഒരാളാണ്. ഇതൊക്കെ ഒരു കയ്യടി കൊടുക്കും. ഐഷക്കുട്ടി സ്റ്റേജിൽ വന്നതുകൊണ്ട് ഞാൻ എന്റെ ഫോൺ ഐഷക്കുട്ടി കൊടുത്തു. ഐഷക്കുട്ടി കൈനീട്ടി വാങ്ങി. എന്തിനാവോ ഏതിനാവോ അറിയില്ല. ഞാൻ കൊടുത്തുകൊണ്ട് വാങ്ങി. ഇപ്പൊ എന്തിനാ അവള് കൈ പിടിക്കുന്നത്? ആ ഫോൺ ഏത് കമ്പനിയാന്ന് നോക്കിയ 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 ഞാൻ കൊടുത്തോണ്ട് വാങ്ങി. ഇപ്പൊ എന്തിനാ അവള് കൈ പിടിക്കുന്നത്? ഞാൻ ചോദിക്കുമ്പോ തിരിച്ചു തരാൻ അല്ലേ? തന്നെ തന്നു. ഇപ്പൊ ആയിഷക്കുട്ടിയുടെ കയ്യിൽ ഫോണുണ്ടോ? ഇല്ല.
നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഇയാൾ കണ്ണൂരിൽ നിന്നേ വന്നിട്ട് ഈ പൊട്ടക്കളി കളിക്കാന്? ഞങ്ങളെല്ലാം ഇവിടെ ഇന്ത്യയും ഈ പൊട്ടം കളിയാൻ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്നതെന്ന് അധ്യാപകരും തിരിച്ചറിയുക, വിദ്യാർത്ഥികളും തിരിച്ചറിയുക. അധ്യാപകർ കുറെ ഉത്തരം കൊടുക്കും കുട്ടികൾക്ക്, അല്ലെ? അവര് വാങ്ങും. എന്തിനാവോ ഏതിനാവോ? തന്ന വാങ്ങാതെ നിവൃത്തിയില്ലല്ലോ, വാങ്ങും. എന്തിനാ വാങ്ങുന്ന? മാഷ് ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ. എപ്പോഴാ ചോദിക്കുക? പരീക്ഷയ്ക്ക് ചോദിക്കും മാഷ്. ഉത്തരം പേപ്പറിൽ നിങ്ങൾ തിരിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചപ്പോ ആയിഷക്കുട്ടി ഫോൺ എനിക്ക് തിരിച്ചു തന്നില്ലേ? ഇപ്പൊ ആയിഷക്കുട്ടിയുടെ കയ്യിൽ ഫോണുണ്ടോ? അതുപോലെ 8ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞാൽ അതെല്ലാം മാഷക്ക് കൊടുത്തു. പിന്നെ 9-ലെത്തുമ്പോ 8-ലുണ്ടോ? 9-ലെത്തുമ്പോ 8-ലുണ്ടോ? 10-ലെത്തുമ്പോ 9-ലേക്ക് പോയില്ലേ? +1 ചേരുമ്പോ 10-ല് പോയില്ലേ? മാഷ് തന്നത് മാഷക്ക് കൊടുത്തിട്ട് പോകാനാണോ? വിഡിത്തം. അതിനു പകരം നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ചോദിച്ചു വാങ്ങുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രക്രിയ രൂപപ്പെട്ടു. എന്താണ്? ഞാൻ കാണിച്ചു തരാം. വീണ്ടും ഞാൻ ആയിഷക്കുട്ടിക്ക് ഫോൺ കൊടുക്കുക. അപ്പൊ ആയിഷക്കുട്ടിയുടെ കൈ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ കൈ നീളുന്നതുണ്ടോ? കൈ നീളുന്നതുണ്ടോ? ഒരാളൊന്ന് തരുമ്പോ അത് വാങ്ങാനായി കൈ നീളുന്നു. ഇതുപോലെ നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോ അത് വാങ്ങാനായി നമ്മുടെ മനസ്സ് എക്സ്റ്റെൻഡ് ചെയ്യും. മനസ്സ് വിടരും. മനസ്സിലൊരു ഫയൽ തുറക്കും. ഒരു സ്പേസ് രൂപപ്പെടും. ഈ സ്പേസിൽ ഉത്തരം കിട്ടുന്നത് വരെ ആ സ്പേസ് ഒഴിഞ്ഞു കിടക്കും. ന്യൂനമർദ്ദമാണ്. ഈ ന്യൂനമർദ്ദമാണ് ജിജ്ഞാസയും അന്വേഷണാത്മകതയും നിങ്ങളിൽ ഉണ്ടാക്കുന്നത്. എന്ത്? ചോദ്യങ്ങളിലൂടെ ഉണ്ടാകുന്ന സ്പേസ്. നിങ്ങളുടെ ബുദ്ധിക്കുള്ളിൽ അറിയണം, എനിക്കെന്ത് അറിയില്ല എന്ന അറിവുണ്ടാവും. ഈ അറിവ് ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കൂലേ? ഞാൻ പണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോ എന്റെ വീട്ടിൽ കറണ്ട് കണക്ഷൻ ഇല്ല. പഴശ്ശിരാജ സിനിമ കണ്ടിട്ടുണ്ടോ? ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമ ഷൂട്ട് ചെയ്ത കണ്ണവൻകാട്ടിന്റെ അടുത്താണ് എന്റെ വീട്, കണ്ണൂർ ജില്ലയിൽ. ആ സിനിമ, ഈ 2 സിനിമ ആടുന്ന ഷൂട്ട് ചെയ്തു. അവിടെ കറണ്ട് കണക്ഷൻ ഇല്ല. ചിമ്മിണി വിളക്ക് വെച്ചിട്ടാണ് ഞങ്ങൾ പഠിച്ചത്. ചിമ്മിണി വിളക്ക് എന്ന് പറഞ്ഞാൽ ഈ അറ്റത്ത് ബോൾ ഉള്ളുന്ന ബോൾ പെന്നൊന്നും അന്ന് വ്യാപകമല്ല. മഷി നടിക്കുന്ന ഫൗണ്ടൻ പേനയാണ്. അതിനു വേണ്ടിയിട്ട് ക്യാമലിന്റെയും ബ്രില്ലിന്റെയും മഷിക്കുപ്പി വാങ്ങിക്കൊണ്ടേ. ഈ മഷിക്കുപ്പി കാലിയായാൽ അതിന്റെ മൂടി കാലിയടിച്ച് ദ്വാരമുണ്ടാക്കിയിട്ട് അച്ഛന്റെ പഴയ കോട്ടം കൊണ്ട് ചീന്തി തിരിയാക്കി മണ്ണെണ്ണ ഒഴിച്ച വിളക്ക ഇത് മുന്നിൽ വെച്ച് പഠിക്കുമ്പോണ്ടല്ലോ, ഈ അനുഭവിച്ച ആൾക്കറിയാം ഈ വിളക്കിന് ഒരു തോന്നിയവാസവും. എന്താണെന്നറിയോ? ഈ വിളക്കിന്റെ പുക നമ്മളെ മുക്കിലേക്ക് വരും. അപ്പുറത്തിരുന്നാ പുക അങ്ങോട്ട് വരും, ഇപ്പുറത്തിരുന്നാ പുക ഇങ്ങോട്ട് വരും. എറിഞ്ഞു പൊളിക്കാൻ തോന്നും. എന്താ ഈ വിളക്കിന് നമ്മളോട് ഇത്ര വിരോധം? ഒരു വിരോധമില്ല. ശ്വാസോച്ഛ്വാസം ഉള്ളിടത്ത് ന്യൂനമർദ്ദം ഉണ്ടാവും. ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാവുമ്പോ മഴ പെയ്യുന്നത്, അറബിക്കടലിൽ നിന്ന് കാറ്റടിക്കുന്നത് ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കും. അതുപോലെ മൂക്കിന്റെ മുന്നിൽ ന്യൂനമർദ്ദം ഉണ്ടാവുന്നത് കൊണ്ടാണ് പുക നേരെ മൂക്കിലേക്ക് വരുന്നത്. അതുപോലെ ന്യൂനമർദ്ദത്തിലേക്ക് ഒരു സിറിഞ്ചിൽ പിറകിൽ നിന്ന് പിസ്റ്റൺ വലിക്കുമ്പോ ആ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോ അതിലേക്ക് കുപ്പിയിലെ മരുന്ന് മേലോട്ട് കയറുന്നത് എങ്ങനെയാ? ആ ന്യൂനമർദ്ദം കൊണ്ടാ. അതിന്റെ വാക്വമാണ്. വാക്വം എന്ന് പറഞ്ഞാലില്ലേ? ശൂന്യത. ഈ വാക്വം തലച്ചോറിൽ രൂപപ്പെടണം. വാക്വത്തിന്റെ സയൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വാക്വത്തിന്റെ സയൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതെന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം നിൽക്കുന്നുണ്ടല്ലേ? ഇതിന്റെ അടിയിൽ താങ്ങുന്നത് കൊണ്ട് ഈ വെള്ളം മറിഞ്ഞു പോകുന്നില്ല. പക്ഷെ എന്റെ കയ്യിൽ ഇത് കമഴ്ത്തി വെച്ചാൽ മറിഞ്ഞു പോകില്ലേ? കമഴ്ത്തി വെച്ചാൽ മറിഞ്ഞു പോകുന്നില്ല. ചെരിച്ചു പിടിച്ചാൽ പോകുന്നു. ഇങ്ങനെ പിടിച്ചാൽ എന്താണ്? ഞാൻ മാജിക് ഒന്നും കൊണ്ടുവന്നല്ല, ഇവര് കൊണ്ടുതന്ന ക്ലാസ്സാ. ഞാനൊന്നും ചെയ്തില്ല. കൈ ഇങ്ങനെ എടുത്താ ടൈറ്റല്ലേ? ടൈറ്റല്ലേ? എങ്ങനെയാണ് ഈ ഗ്ലാസ് അവിടെ നിൽക്കുന്നത്? ഇതൊരു ശാസ്ത്രമാണ്. ഞാൻ കൈ അമർത്തി വെച്ചില്ലേ? ഞാൻ കൈ ഇതിന്റെ മേലെ 4 ഭാഗം അമർത്തി വെച്ചു. എന്നിട്ട് 2 വിരൽ ചെറുങ്ങനെ താഴോട്ട് ചലിപ്പിക്കുമ്പോ എന്റെ ഉള്ളം കൈ മേലോട്ട് വരും. അപ്പൊ അവിടെ ന്യൂനമർദ്ദം ഉണ്ടാവും, വാക്വം ഉണ്ടാവും.
ആ വാക്വത്തിന്റെ കരുത്താണ് അന്തരീക്ഷമർദ്ദം കൊണ്ട് ഇത് ടൈറ്റായി നിൽക്കുന്നത്. മനസ്സിലായോ? ഇത് നിങ്ങൾ ഇനി വീട്ടിൽ പോയി ഗ്ലാസ് കുളിക്കണ്ട, നിങ്ങൾ ഇത് വീട്ടിൽ നിന്ന് ചെയ്യാറുണ്ട്. ഓർമ്മയില്ലാഞ്ഞിട്ട നിങ്ങൾ സ്റ്റീലിന്റെ ഗ്ലാസ് എടുത്തിട്ട് വായിൽ അമർത്തി വെച്ചിട്ട് ഉള്ളിലേക്ക് വലിച്ചാൽ ടൈറ്റ് ആവില്ല. അത് തന്നെ സംഭവം. ഈ സംഭവം ബാഹ്യമായ ന്യൂനമർദ്ദം. കുട്ടികളെ, ആന്തരികമായ ന്യൂനമർദ്ദം ഉണ്ടാകാൻ ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ ആയിഷക്കുട്ടി, താങ്ക് യു. ആന്തരികമായ ന്യൂനമർദ്ദം ഉണ്ടാകാൻ ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം കണ്ടെത്തണം. പാഠപുസ്തകത്തിൽ തീർക്കരുത്. നിങ്ങൾ പുതിയ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് അച്ഛനോടും അടുത്ത കൊല്ലം സ്കൂളിൽ വന്നിട്ട് മാഷന്മാരോടും ചോദിക്കാൻ കുറെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരും. പക്ഷെ ദേഷ്യം വന്നാലും ചോദിച്ചു കൊണ്ടിരിക്കുക. ഒന്നാമത്തെ ചോദ്യം, ദൈവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇതുവരെ നിങ്ങൾക്ക് ആരും പറഞ്ഞോ? ഇല്ല. ദൈവം എന്ന വാക്കിന്റെ അർത്ഥവും കൃത്യമായ അർത്ഥവും. ദിവം എന്ന് പറഞ്ഞാൽ പ്രകാശം. എന്താണ് പ്രകാശം? ദിവാകരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ദിവാകരൻ പഴയ മന്ത്രി, കരുനാഗപ്പള്ളി MLA അല്ല. ദിവം പ്രകാശം, കരം കൈ. ദിവാകരൻ പ്രകാശം കരമാക്കിയിരിക്കുന്നവൻ സൂര്യൻ. അപ്പൊ ദിവം പ്രകാശം. ദൈവം എന്ന് പറഞ്ഞാൽ പ്രകാശം തരുന്നവൻ എന്നാണ്. മനസ്സിലായോ? ഏത് പ്രകാശം? പുറത്തെ പ്രകാശം തരുന്ന ദൈവത്തിന്റെ പേര് കൃഷ്ണൻകുട്ടിയാണ്, ഇലക്ട്രിസിറ്റി മന്ത്രി. മനസ്സിലായോ? അകത്ത പ്രകാശം തരുന്നവനാണ് ദൈവം. അല്ലാതെ നിങ്ങളെ പരീക്ഷ ജയിപ്പിച്ചു തരുന്ന ആളാണ് ദൈവം. എന്റെ നാട്ടില് ഒരമ്പലമുണ്ട്, നല്ല ശക്തിയുള്ള ദേവീക്ഷേത്രം. ഞാനൊരു ദിവസം വരുമ്പോ അവിടെ ഭയങ്കര തിരക്ക്. ഞാൻ അവിടുത്തെ വാദ്യക്കാരനെ വിളിച്ചു ചോദിച്ചു, എന്താണ് ഇന്ന് അമ്പലത്തിന് വിശേഷം? അപ്പൊ പറഞ്ഞു, നാളെ SSLC റിസൾട്ട് അല്ലേ, കുട്ടികളെല്ലാം വന്നിട്ട് 500, 200, 100 ഇട്ടിട്ട് ബുള്ളറ്റ് പ്ലസ് കയറണേ, അതാണ് പ്രാർത്ഥന. അത് എഴുതി കൊടുക്കും. ഞാൻ ഒറ്റ ചിരിച്ചു. അപ്പൊ എന്റെ മോൻ ചോദിച്ചു, അച്ഛനെന്തിനെ ചിരിച്ച്? ഞാൻ ദേവീന്റെ സ്ഥിതി ആലോചിച്ച് ചിരിച്ച. എന്താ? അതായത് ഈ കുട്ടികളുടെ മുഴുവൻ പേപ്പർ വാല്യുവേഷൻ 2 ആഴ്ച മുമ്പ് കഴിഞ്ഞു അല്ലേ? അത് മുഴുവൻ ടാബുലേഷൻ നടത്തി കടലാസിൽ എഴുതി, അത് മുഴുവൻ കമ്പ്യൂട്ടർ അടിച്ചു കയറ്റി. നാളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്റർ ബട്ടൺ അമർത്തിയാൽ അത് നെറ്റിൽ അപ്ലോഡ് ആവും. അന്നേരം ഇവൻ 500 കൊണ്ട് കൊടുത്തിട്ട് ബുള്ളറ്റ് പ്ലസ് വേണം പറഞ്ഞു. അപ്പൊ 3 മണിക്കാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. 3 മണിയാകുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ ദേവി വന്ദേ ഭാരത് പോകണം. ആടെ എത്തിയിട്ട് കമ്പ്യൂട്ടറിന്റെ അകത്ത് ഇതിന്റെ പാസ്വേഡ് ദേവിക്കറിയില്ലല്ലോ. അപ്പൊ കമ്പ്യൂട്ടറിന്റെ അകത്ത് കയറണമെങ്കിൽ അത് ഹാക്ക് ചെയ്യണം. ഹാക്ക് ചെയ്ത് അകത്ത് കയറിയിട്ട് ഇവൻ എഴുതിയിട്ട് തെറ്റിച്ച ഉത്തരെല്ലാം തിരുത്തി മാർക്ക് കൂട്ടിക്കൊടുത്ത് ഫുൾ A+ ഉണ്ടാക്കി കൊടുക്കുന്ന മാർക്ക് തട്ടിപ്പുകാരിയാക്കി ദൈവത്തെ മാറ്റലല്ലേ നിങ്ങളുടെ പണി? ആണോ? ദൈവത്തിന് ഇതാ പണി? എന്റെ ഇപ്പൊ ക്രിസ്മസ് നമ്പറോ നറുക്കെടുപ്പില്ലേ? നറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് എന്റെ നാട്ടിലുള്ള സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ചുമത്തുമില്ലാതെ ആത്മഹത്യ ചെയ്തു. എന്തിനാ ആത്മഹത്യ ചെയ്തോന്നറിയോ? അവൻ ആത്മഹത്യ ചെയ്ത് എന്തിനാന്ന് ആർക്കും പിടിയില്ല. സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോ പറഞ്ഞു, 50,000 രൂപ ലോൺ വാങ്ങി ബാങ്കിൽ നിന്ന്, എന്നിട്ട് ക്രിസ്മസ് ബമ്പറിന് 100 ടിക്കറ്റ് എടുത്തു. 100 ടിക്കറ്റ്, ഒരു ടിക്കറ്റ് 500 രൂപ. 100 ടിക്കറ്റ് 50,000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ദിവസവും പള്ളിയിൽ പോയിട്ട് വെയിലരി കത്തിച്ച് പ്രാർത്ഥിക്കും, ഒന്നിന് അടുപ്പിച്ചേർന്നേ, ഒരു 2ാം സമ്മാനം അടുപ്പിച്ചേർന്നേ. ഒന്ന് അത്യാർത്ഥി പറയുന്നില്ല. അവസാനം റിസൾട്ട് വന്ന് നോക്കുമ്പോ അടുത്തടുത്ത നമ്പർ ഒന്നിച്ചെടുത്താൽ കുറച്ച് പൈസ കിട്ടും. അങ്ങനെ 1,800 രൂപ കിട്ടി. 50,000 ചെലവാക്കി 1,800 രൂപ കിട്ടി. ഒന്നും കിട്ടാതെ ഇവൻ അപ്പാട് ആത്മഹത്യ ചെയ്തു. അവന്റെ ഭാര്യയും മക്കളും അനാഥരായി. ഈ പൊട്ടന്റെ വിചാരം എന്താ? ഇവന്റെ 100 ടിക്കറ്റിന്റെ നമ്പറും എടുത്ത് തിരുവനന്തപുരത്ത് പോയി ദൈവം നറുക്കെടുക്കുന്നിടത്ത് പോയിട്ട് മിഷ്യനെ നറുക്കെടുക്കുക. ആ മിഷ്യനിൽ കയറിയിട്ട് ഇവന്റെ നമ്പർ നോക്കിയിട്ട് നറുക്കിട്ട് കൊടുക്കുന്ന ആളാണ്. നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് നറുക്കിട്ട് കൊടുത്ത ഒരു ദൈവത്തെ നമുക്കറിയൂ. ആരാന്നറിയാമോ? നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി അടിപ്പിച്ചു കൊടുത്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേര് കിരിക്കം സിനിമയിലെ രേവതി. കിരിക്ക സിനിമയിൽ ഇന്നസെന്റിന് ലോട്ടറി അടിപ്പിച്ചു കൊടുക്കുന്ന രേവതിയുടെ രംഗം കണ്ടിട്ടുണ്ടോ? കിട്ടും ചേട്ടാ കാമധേനുവിന്റെ ഫലം എന്ന് പറഞ്ഞിട്ട്. ഈ പണിയാണോ ദൈവത്തിന്? അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെളിച്ചമുണ്ടാക്കുന്നവനാണ്. മനസ്സിലായോ?
വെറുക്കുന്നവനല്ല, കലാപം ഉണ്ടാക്കുന്നവനല്ല. മനുഷ്യൻ മനുഷ്യനാവുന്നത് എപ്പോഴാ? ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാ. നിങ്ങൾ മനുഷ്യനാവുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഗുരു ഏതാ, ലഘു ഏതാ? ഇനിയിപ്പോ മാഷന്മാരെല്ലാം ഗുരു ഗുരു എന്ന് വിളിക്കൂലേ? എന്തുകൊണ്ടാ ഗുരു എന്ന് വിളിക്കുന്നത്? കുട്ടികളെക്കാൾ അറിവിന്റെ കാര്യത്തിൽ വലുതായതുകൊണ്ടാ. ഗുരു എന്ന വാക്കിനർത്ഥം വലുതെന്ന. ഇപ്പൊ പത്രത്തിൽ വാർത്ത കണ്ടിട്ടില്ലേ? ഗുരുതരമായ പരിക്ക് പറ്റിയും. മാഷക്ക് പരിക്ക് പറ്റിയെന്നാ? ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ മാഷന്മാർക്ക് പരിക്ക് പറ്റിയെന്നല്ലോ, വലിയ പരിക്ക് പറ്റിയെന്നാ. ഗുരു എന്ന് പറഞ്ഞാൽ വലുത്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്. ഗുരു എന്ന് പറഞ്ഞാൽ വലുത്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്. ഗുരു വലുതും ലഘു ചെറുതും. ഭൂമി വലുത്, ആപ്പിൾ ചെറുത്. ഈ വലിയ ഭൂമി ചെറിയ ആപ്പിളിനെ പിടിച്ചു വലിക്കുന്നു. അതുകൊണ്ട് ഭൂമിക്ക് എന്ത് ബലമുണ്ട്? ഗുരുത്വ ബലം. പിടികിട്ടിയ ഭൂഗുരുത്വ ബലം കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ലേ? ഗുരു ലഘുവിനെ പിടിച്ചു വലിക്കുന്നു. നമ്മളുടെ ഗുരു ഏതാ ലഘു ഏതാ നോക്കിയിട്ടാണ് നമ്മൾ മൃഗമാണോ മനുഷ്യനാണോ തീരുമാനിക്കുക. മൃഗങ്ങളുടെ ഗുരു ശരീരം, മനസ്സ് ലഘുവ. ഇപ്പൊ ഇവിടെ സ്കൂളിന്റെ മുറ്റത്ത് ഒരു പശു വന്നു. ആ പശുവിന് മൂത്രമൊഴിക്കാൻ പോകും. അപ്പൊ ശരീരം പറഞ്ഞു ഇപ്പൊ ഒഴിക്കണം. അപ്പൊ മനസ്സ് പറയോ ഇത്ര ആളെ മുമ്പിൽ ഒഴിക്കാൻ പറ്റില്ല, ആലയിലെത്തട്ടെ, ടോയ്ലറ്റിൽ പോകണമെന്ന് പറയോ? ഇല്ല, അവിടെ ഒഴിക്കും. തലയിൽ തിടമ്പുമായിട്ട് എഴുന്നള്ളുന്ന ആന ക്ഷേത്രമുറ്റത്ത് മുദ്രയിലും വിട്ടോടും ഇല്ലേ? കാരണം അതിനറിയില്ല ഈ തലയിലുള്ള ദൈവമാണ്. അതിന്റെ ശരീരമാണ് ഗുരു. പട്ടികൾ റോഡിൽ വെച്ച് കാമവികാരം ഉണർന്ന റോഡിൽ വെച്ച് ഇണചേരും. കാരണം അതിന്റെ ഒരു ശരീരമാണ്. മനസ്സിലേക്കുക. മനുഷ്യൻ എങ്ങനെയാ മനുഷ്യനായത്? നമ്മുടെ മനസ്സ് ഗുരുവാവണം. ശരീരം ലഘുവ. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിന് ഇവിടെ മുദ്രയിക്കാൻ പറ്റി എഴുതി വയ്ക്കുക. മനസ്സ് പറയും അതിനാണ്ട് കിടന്നോ പേരിക്കോട്ടല്ലേ. ശരീരം ലഘുവും മനസ്സ് ഗുരുവാകുമ്പോഴാണ് മനുഷ്യനായി. എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്നറിയോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാ. ആമയും മുയലും പന്തയം വെച്ച കഥ പറഞ്ഞ പോലെയാ. ആമയും മുയലും പന്തയം വെച്ച ഈസോപ്പിന്റെ കഥകളിൽ ഒന്നായ കഥ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്കൂളിലെ കുട്ടികൾ കേട്ടതാണ്. അത് കേൾക്കാത്ത ഒരു കുട്ടിയില്ലല്ലോ. ആമയും മുയലും പന്തയം വെച്ച് ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. മുയൽ കുതിച്ചോടി. തിരിഞ്ഞു നോക്കുമ്പോ ആമ പിറകെ നല്ല വരിക. അപ്പൊ മുയൽ ആലോചിച്ചു, ഞാൻ എന്തിനാ നേരത്തെ പോയാൽ 2 മെഡലൊന്നും കിട്ടൂലല്ലോ, അതുകൊണ്ട് ഒന്ന് വിശ്രമിക്കാം. മുയൽ വിശ്രമിച്ചിട്ട് ഉറങ്ങിപ്പോയി. പുറത്തു തെളിയുമ്പോ ആമ പോയി സമ്മാനം വാങ്ങി തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് അധ്യാപകർ നമുക്ക് പറഞ്ഞു തന്നു, പരിശ്രമശാലി കൊണ്ട് എഴുന്നേറ്റോടില്ലേ? നിങ്ങളെ പറ്റിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയ 6 മാസം കഴിഞ്ഞില്ലടോ ദോശ മറിച്ചിടാൻ, കമിഴ്ന്നു കിടക്കാൻ. വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കുന്നത് എപ്പോഴാ? ഇപ്പൊ ഇവിടെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ നോക്കൂ, 15 വയസ്സായി. ഈ പെൺകുട്ടികൾ പശുവായിട്ടാ ജനിച്ചെങ്കിൽ ഇപ്പൊ 12 വെച്ചിട്ടുണ്ടാവില്ലേ? നമ്മളെ കുട്ടികൾ കൊച്ചുമക്കളല്ലേ. നമ്മുടെ ശരീരം ആമയെ പോലെ മെല്ലെ വളരുന്നു, പക്ഷെ മനസ്സോ മുയലിനെ പോലെ കുതിച്ചോടുന്നു. എന്തൊരു ബുദ്ധിയാടാ നിങ്ങൾക്ക്! ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തില്ലേ, 1ാം ക്ലാസ് 10 കുട്ടി ചേർന്നെങ്കിൽ 10ലെത്തും 5 എണ്ണ, ബാക്കി ബൈക്കുന്ന തോറ്റിട്ട് പഠിപ്പ് നിർത്തും. ആ 5 എണ്ണം 10 പരീക്ഷ എഴുതിയാൽ 2 എണ്ണം SLC ജയിക്കൂ. ഇന്ന് 1ാം ക്ലാസ് 10 കുട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ അവര് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 10 10ലെത്തും. അപ്പൊ പരീക്ഷ ഹാൾക്കാരിട്ടുണ്ട് 10 ജയിക്കും ഇല്ലേ? മാർക്കോ എന്തൊരു മാർക്കാ! ഞങ്ങളുടെ കാലത്ത് 60% മാർക്ക്, 600ൽ 360 കിട്ടിയ ഫസ്റ്റ് ക്ലാസ്. ഇന്ന് നിങ്ങൾക്ക് എന്ത് വിലയായി? A+ 90, A 80, B+ 70. ഞങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് വെറും B. എന്തൊരു ബുദ്ധിയാണ് നമ്മുടെ കുട്ടിക്ക്! എന്തെല്ലാം അസൈൻമെന്റാ ചെയ്യുന്നത്, എന്തെല്ലാം പ്രൊജക്റ്റാ ചെയ്യുന്നത്, എന്തെല്ലാം ചാർട്ടുകളാ തയ്യാറാക്കുന്നത്! ഭയങ്കര ബുദ്ധിയാ. മുയലിനെ പോലെ ഉദിച്ചോടുന്ന ബുദ്ധി. ശരീരം ആമയെ പോലെ വളരും. പക്ഷേ ഇനിയാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വരിക. എന്താണെന്നറിയോ? ഈ ശരീരം ഉണ്ടല്ലോ, ഒരു നിശ്ചിത പ്രായം എത്തുമ്പോൾ മനസ്സിന് ഓവർടേക്ക് ചെയ്യും. നിങ്ങൾക്ക് തന്നെ തിരിയുന്നില്ല ഞാനെന്തല്ല കളിക്കുന്നു. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ ശരീരത്തിൽ ഒരാൾ ഉണരും, ഹോർമോൺ ഉത്പാദനം ആരംഭിക്കും. കൗമാരപ്രായം തുടങ്ങുമ്പോ നിങ്ങളുടെ ഹോർമോണിന്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്
ഹോർമോൺ അത്ര ശക്തി ഉണ്ടായിരുന്നു. കാരണം എന്താ? ഉച്ചക്കെന്താ കറി? ചക്കക്കുരു വെള്ളരിക്ക് പോലെ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു പോലെ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാൻ? അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ എത്തിയാൽ ആ ചെറിയ പ്രേമല്ല തോന്നുക. പക്ഷെ പ്രേമം തോന്നിയാലും പറയാൻ ധൈര്യമില്ല. ആരാദ്യം പറയും, ആരാദ്യം പറയും, ഒന്നും മിണ്ടൂല. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഉണ്ടല്ലോ, ഒരു ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞൊരു സാധനം അതില് എഴുതി കൊടുക്കും. കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എല്ലാം എഴുതും. വീടെ മറക്കില്ല. പിന്നെ ഒരു പിടിയില്ല. പരീക്ഷ കഴിഞ്ഞ് രണ്ടും 2 ബൈക്ക് പോയി, ആളെ കീറിപ്പോയി, മോര് മറിഞ്ഞു പോയി. പിന്നെ ഒരു പിടിയില്ല. ഇപ്പൊ ഇല്ലേ, അന്ന് പറയാൻ കഴിയില്ലാത്ത ടീമല്ല. ഇപ്പൊ കുറച്ച് നല്ല ഭക്ഷണം എല്ലാം കഴിച്ച് നല്ല ആരോഗ്യം വന്ന് ഇപ്പോ ഫേസ്ബുക്കും വാട്സപ്പ് എല്ലാം വന്നപ്പോ പണ്ടത്തെ ആളുകളെല്ലാം തപ്പി ഇറങ്ങിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങളാ അല്ലേ? നല്ലതാട്ടോ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആയുസ് കൂടുന്നുണ്ടെന്നാ പറയും. എന്നാൽ ഇന്ന് 10ാം ക്ലാസ്സിലെത്തിയ ധൈര്യക്കുറവാ. 5ലെത്തുമ്പോ UP സ്കൂളിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യുമോ? എന്തേ? അന്നത്തെ ഭക്ഷണം ഇന്നത്തെ ഭക്ഷണം തമ്മിൽ വ്യത്യാസമുണ്ട്. ചക്കക്കുരും വെള്ളരിക്കും അല്ല. എത്രയാ ഇറച്ചി, എത്രയാ മീന്, എത്രയാ വെളിച്ചെണ്ണ, എത്രയാ പാമോയില്, എത്രയാ കഴിച്ച്, എത്രയാ പൊരിച്ച്. സായിപ്പന്മാരാ കൂടുതൽ ഇറച്ചി തിന്നുക. പക്ഷെ അവർ ഇറച്ചി തിന്നുമ്പോ ഒരു കഷ്ണം ഇറച്ചി തിന്നുമ്പോ 2 കഷ്ണം പച്ചക്കറി കൂട്ടിയിട്ട് തിന്നും. നമ്മളെ കുട്ടികള് പച്ചക്കറി വളർത്തിയാ നോക്കൂ. ഈ പ്രശ്നം വെക്കുന്ന ജ്യോതിഷികളുടെ അടുത്ത് പോയാൽ സാന്നിധ്യ ക്ഷേത്രാണി ബിംബാണി പ്രേണി ലഗ്നേന ചിന്തയിൽ പറഞ്ഞിട്ട് കബഡി നേരത്തുന്നാണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ മുരിങ്ങക്കായി അങ്ങോട്ടും, വെണ്ടക്കൈ അങ്ങോട്ടും, വഴുതിരി ഇങ്ങോട്ട്, കോവക്കൈ അങ്ങോട്ട്. എന്നിട്ട് ചാറ് മാത്രം കൂട്ടി തിന്നിട്ട് സ്വകാര്യം വിളമ്പുന്ന ആളോട് ചോദിക്കും പീസ് ഉണ്ടാവും. പീസ്, ഇറച്ചിയുടെ പീസ്. ഇറച്ചി എത്രയാ തിന്നുന്നത്? നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ച ഒറ്റ പേരേ ഉള്ളൂ. എന്താണ്? ഒന്നിക്ക് ശവം, അല്ലെ മയ്യത്ത്, അല്ലേ? എന്നാൽ കോഴിയുടെ ഭാഗ്യം നോക്കിയാൽ കോഴിക്ക് മരിക്കുന്നവരെ ഒരു പേരേ ഉള്ളൂ. കോഴി മരിച്ച 28 പേര്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ച് 28 മോഡലുണ്ട്. ഇത് മുഴുവൻ തിന്നാ കുട്ടികള്. അതുകൊണ്ട് തന്നെ 5ൽ 6ൽ എത്തുമ്പോഴേക്ക് കുട്ടികളുടെ ഉള്ളിൽ മല്ലികാബാണൻ തന്റെ വില്ലെടുക്കും, മന്ദാരമല കൊണ്ടു ശരം തൊടുക്കും. അപ്പൊ ശരീരം ആമ ഉണരുമ്പോ മുയലുറങ്ങ. ഏതെങ്കിലും ഒരു ചക്കൻ ചിരിച്ചു കാണിച്ചാ മതി. ഒരു ചിരി കണ്ടാൽ അത് മതി. ഒരു മൊഴി കേട്ടാൽ അത് മതി. ഓള് പോയി, ആമ പോയി. പോകല്ല എന്ന് പറയുന്ന മുയലുറങ്ങി, അല്ലേ? മുയലുറങ്ങി, ആമ പോയി. ഒറ്റി വലുതാക്കി അച്ഛനെയും അമ്മേനെയും മറന്നിട്ട് പോവാൻ പാടുണ്ടോ? അറിയില്ല. ആയിഷക്കുട്ടി ഇന്നലെ ഒരു സ്കൂളിൽ പ്രസംഗിച്ചതിന്റെ വീഡിയോ ഉണ്ട് കേട്ടോ. ആയിഷക്കുട്ടിയുടെ പ്രസംഗത്തിൽ ഇന്നലെ പറയാ, പ്രിയപ്പെട്ടവരെ, ആയിഷക്കുട്ടിയുടെ പ്രസംഗം ഞാൻ പറയുന്നത്, നമ്മുടെ അച്ഛനും അമ്മയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷമാണ് നമ്മളെ സ്നേഹിച്ചത്. എന്നാൽ അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് നമ്മൾ ജനിക്കുന്നതിന് എത്രയോ ദിവസം മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണ് അച്ഛനും അമ്മയും, അല്ലേ? അതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട മുയൽ ഉറങ്ങി, ആമ പോയി. പോയിട്ട് 1 കൊല്ലം കഴിയുമ്പോൾ ട്രോഫി വാങ്ങി വരും ആമ. ഒരു കുട്ടീന്റെ അടുത്ത് വരൂലേ? ഇത് വ്യാപകമാവുക. എന്താ കാരണം? നിങ്ങളുടെ ഉള്ളിൽ ആമയാണോ മുയലാണോ ശക്തി എന്ന് ഞാൻ പറയട്ടെ. 2 പാട്ട് ഞാൻ പാടും. ഈ 2 പാട്ടിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആമയാണോ മുയലാണോ ശക്തി എന്ന് തെളിയിക്കാം. എന്താ ആദ്യത്തെ പാട്ട്? സ്നേഹഗായികേ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും, ആനന്ദഗാനോത്സവമെന്നു തുടങ്ങും. നിൻ പ്രേമ പൂജതൻ നിർവൃതി പുഷ്പങ്ങൾ നിത്യവും ഞാനണിയും. നിൻ രാഗം താനം പല്ലവി കേട്ടൻ പൊന്നമ്പലമുണരും, മനസാ പൊന്നമ്പലമുണരും. എല്ലാവരുടെ പ്രതികരണങ്ങൾ കണ്ടില്ലേ?
ഇനി അടുത്ത പാട്ട് പാട്ട് കട്ട ചോല കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി. മാറ്റം നോക്കണ്ട, മാറ്റം കണ്ടോ? കട്ട ചോല കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. നമ്മുടെ പുരാണങ്ങളിൽ അസുരന്മാരും ഇബ്ലീസെല്ലാം ചോര കുടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഒരു കുംഭകർണനും കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചില്ല. എന്താ ഇപ്പൊ കുട്ടികൾ പാടുന്ന? എന്താ കുഴപ്പം? പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവന് നിന്റെ പടച്ചവന് 10ൽ 10 മാർക്ക്. ഇല്ലുമിനാട്ടി കേട്ടോ, പ്രതികരണം കണ്ടോ? പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവൻ. ഈ പാട്ടിറങ്ങിയതിനു ശേഷം കേരളത്തിൽ 27 സ്കൂളിൽ കത്തിക്കുത്ത് നടന്നു. കാരണം ഹീറോ ആരാ? പേന കത്തി കൊണ്ട് പള്ളക്ക് കയറ്റുന്നവൻ ഹീറോ. മനസ്സിലായോ? മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? ഇതിന്റെ കാരണം ഇപ്പൊ കൈയടിച്ച കുട്ടികളില്ലേ, അവരുടെ ശരീരം ആമയാ ഉണർന്ന് മനസ്സ് ഉറങ്ങി. മനസ്സുറങ്ങി, ആമ ഉണർന്നു. ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മൃഗമാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതാ ഗുരു? ശരീരം ഗുരുവായാൽ മൃഗമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ചിഹ്നം എന്താ? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്താ? എന്താ ആ ചിഹ്നത്തിന്റെ പേരെന്താ? സിംഹമല്ല. അതാരുണ്ടാക്കിയേ? നമ്മുടെ ദേശീയ ചിഹ്നം അറിയില്ലേ? അശോക സ്തംഭമാണ്. അശോക സ്തംഭത്തിൽ 4 സിംഹങ്ങളുണ്ട് ഇല്ലേ? എന്താ ഇതപ്പോ? നിങ്ങൾ ഇതുവരെ ചോദിച്ചോ? എന്താ മാഷേ 4 സിംഹങ്ങൾ? റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യ ദിനം, 2 ദിനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? ഞാനത് സ്കൂളിൽ പോയി ചോദിച്ചു, എന്താ റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനം തമ്മിൽ വ്യത്യാസം? കുട്ടികളൊന്നും മിണ്ടുന്നില്ല. അപ്പൊ സോഷ്യലിന്റെ മാഷ് നല്ലോണം പഠിക്കുന്ന ചെക്കനോട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവൻ പറഞ്ഞില്ലേ, മാഷക്ക് ഡീസന്റ് പോയിക്കൂല്ലേ, അഭിമാന ഭംഗം വരില്ലേ? അവരെ എഴുന്നേറ്റ് പറഞ്ഞു, സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പതാക ഉയർത്തുന്നത്, അതുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന് പതാക ഉയർത്താൻ വേണ്ടി ഒരു ദിനം ഉണ്ടാക്കി, അതാണ് റിപ്പബ്ലിക് ദിനം. മനസ്സിലായോ? ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. എന്താണ് അശോക സ്തംഭം? നമ്മുടെ രാജ്യത്ത് ഒരു രാജാവായിരുന്നു അശോകൻ. അദ്ദേഹം കലിംഗം എന്ന രാജ്യത്തെ ആക്രമിച്ചു. ആ രാജ്യത്ത് ഒരുപാട് ചോരപ്പുഴകൾ ഒഴുകി. അങ്ങനെ ചോരപ്പുഴ ഒഴുകി കണ്ട് മനം മടുത്തിട്ട് അശോകൻ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ 2 ഭാവങ്ങളുണ്ട്. ഒന്ന് കടിച്ചു കീറുന്ന സിംഹഭാവം, കടിച്ചു കീറണം. 2 പട്ടിക്കുട്ടിക്ക് ഒരു മാംസകഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തോ, പകുതി ഞാനെടുക്കാം എന്ന് പറയാൻ വാക്കുകളില്ല. അതിനാരാണ്? സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. അവരെ കടി കൂടിയിട്ട് കൊണ്ടുപോകും. എന്നാൽ മനുഷ്യർക്ക് വാക്കുകളുണ്ട്, എന്നിട്ടും കടി കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ മൃഗങ്ങളല്ലേ? കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്, ഈ നായ്ക്കൾ എന്തിനാ മനുഷ്യരെ പോലെ ഇങ്ങനെ കടിപിടി കൂട്ടുന്നത്? കടുവ എന്റെ നാട്ടിന്റെ 30 കിലോമീറ്റർ അപ്പുറത്താണ് തലപ്പുഴ. രാധ എന്ന് പറയുന്ന ഒരു തോട്ടം തൊഴിലാളിയെ കടുവ കൊന്നു തിന്നു. കടുവയ്ക്ക് കേരളത്തിൽ വന്യമൃഗങ്ങളാൽ മരിച്ച ആളുകളുടെ എണ്ണം എടുത്തു നോക്കി 66 പേരാ മരിച്ചത്. പക്ഷെ 66 പേരിൽ 46 പേര് മരിച്ചതും പാമ്പ് കഴിച്ചിട്ടും കടന്നലീച്ചയും തേനീച്ചയും കുത്തിയിട്ടുമാണ്. 46 മരിച്ചു. 20 ആളെയാണ് ആനയും കടുവയും കാട്ടുപോത്തും പുലിയും കരടിയും കൂടി കൊന്നത്. 20 ആളെയാണ്. 20 ആളെ മാത്രം കഴിഞ്ഞ കൊല്ലം വന്നു. എന്നാൽ നിങ്ങൾ അറിയുമോ, 2024 കേരളത്തിൽ 301 ആളെ മനുഷ്യമൃഗങ്ങൾ കൊന്നിട്ടുണ്ട്. മനുഷ്യന്മാര് കൊന്നിട്ടുണ്ട്. കടുവ രാമയെ കൊന്നത് തിന്നാനാ. ഈ 301 ആളെ മനുഷ്യൻ കൊന്നത് തിന്നാനാണോ? ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ 45,000 ആളെ കൊന്നിട്ടുണ്ട്. തിന്നാനാണോ? അതിൽ പട്ടാളക്കാർ 3000 പേര് മാത്രം. 42,000 മരിച്ചത് പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളുമാണ്. മനുഷ്യൻ എന്നിട്ട് വലിയ അറിവുണ്ടെന്ന് പറയാം, അറിവുണ്ട്, ഭയങ്കര ബുദ്ധിമാനെന്ന് പറയാം. എന്നിട്ട് മൃഗങ്ങൾ പോലും ചെയ്യാത്ത ഭീകരത നടത്തുന്ന വിഡ്ഢികളായി മാറരുത്. നമ്മുടെ ഉള്ളിൽ കടിച്ചു കീറുന്ന ഒരു സിംഹമുണ്ട്. എന്നാൽ കാട്ടിലെ രാജാവാരാ? കാട്ടിലെ രാജാവ് സിംഹം. പക്ഷെ ആ ഇതുവരെ സിംഹം അറിയില്ല.
സിംഹം അറിയില്ല ഞാൻ ആ കാട്ടിലെ രാജാവെന്ന്. അറിഞ്ഞിട്ട് പിറ്റേന്ന് അത് കൊട്ടാരം വേണമെന്ന് പറയും. അത് വെറും നിലത്ത് കിടന്നുറങ്ങ. ഈ കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് നിശ്ചയിച്ചത് നമ്മളല്ലേ, നമ്മളാ നിശ്ചയിച്ചത്. എന്തുകൊണ്ടാണെന്നറിയോ? സിംഹത്തിന് ഈ കീഴടക്കാനുള്ള ഒരു ഭാവം, ലോകം കീഴടക്കാനുള്ള ഒരു ഭാവമുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ഉള്ളിൽ കടിച്ചു കീറുന്ന സിംഹമുണ്ട്, ലോകം കീഴടക്കുന്ന സിംഹമുണ്ട്. അശോകൻ പറഞ്ഞു, ഹേ സിംഹങ്ങളെ, കടിച്ചു കീറുന്ന അഭിമുഖമായിരിക്കുന്ന സിംഹങ്ങളെ, നിങ്ങൾ പരസ്പരം പൊരുതല്ല, 4 ദിക്കിലേക്ക് പോകും. പരാമുഖമായിട്ട് 4 ദിക്കിലേക്ക് പോകും. ആ 4 ദിക്കാണ് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. NEWS. എന്താണത്? ന്യൂസ്. മനസ്സിലായോ? വാർത്തകൾ, അറിവിന്റെ വാർത്തകൾ ശേഖരിക്കാൻ 4 ദിക്കിലേക്ക് പോ. അതാ അശോക സ്തംഭത്തിന്റെ അർത്ഥം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പോകും. അശോകന്റെ കാലഘട്ടത്തിൽ 4 ദിക്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ 6 ദിക്കുണ്ട്. ഏതാ 6 ദിക്ക്? 6 ദിക്ക് ഏതാ? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് മാത്രമല്ല, മേലോട്ട് സ്പേസ് ഉണ്ട്, താഴോട്ട് ഖനനം ചെയ്യാം, അല്ലേ? മണ്ണ് കുഴിക്കാം. 6 ദിക്കുകളുണ്ട്. ഒരു ചതുരക്കട്ടയുടെ 6 മുഖങ്ങൾ പോലെ നിങ്ങൾ അറുമുഖനാവണം. അറുമുഖനാരാ? സുബ്രഹ്മണ്യൻ. എപ്പോഴാ മനുഷ്യൻ അറുമുഖനാവുന്നത്? 4 ദിക്കിലേക്കും മേലോട്ടും താഴോട്ടും നിങ്ങളുടെ ചിന്തകൾ പോകണം, സ്പേസിലേക്ക് പോകും. എന്നിട്ട് കുട്ടികൾ ചില നിർത്തുന്നില്ല. അപ്പൊ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കും. എന്നിട്ട് കുട്ടികൾ ചില നിർത്തുന്നില്ല. എന്തെല്ലാം വാങ്ങിക്കൊടുത്തിട്ടും കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴെല്ലാം അടങ്ങ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയാ, അടങ്ങ്. എല്ലാരും മോശമാണ്, ഒരാളെ ഉള്ളൂ നല്ല ലോകത്ത്. അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ട് കേട്ട് ഈ കുട്ടികളുടെ എല്ലാം ഉള്ളിൽ ഒരു ഭാവം വരുന്നു. എന്താ ഭാവം അറിയോ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ ഒരു ഭാവം കൊണ്ട് 2024 ഒരു മഹാദുരന്തം കേരളം. ഏത് അച്ഛനും നിങ്ങളെ പറയുന്നതനുസരിക്കും. പുറമാന്തി കൊടുത്താൽ മതി, ഇവിടെ ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങൾ. വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ മക്കളെ? വാത്സല്യം എന്ന വാക്ക് എങ്ങനെ ഉണ്ടായത്? ഇന്നർ ജോയും അവിടെ നിന്നാണ് ഇമോഷണൽ കോഷ്യന്റ് പഠിപ്പിക്കുന്നത്, സ്പിരിച്വൽ കോഷ്യന്റ്, ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നത്. ആ കൂട്ടത്തിൽ മറ്റൊരു കോഷ്യന്റ് ഉണ്ട്, പാഷണൽ കോഷ്യന്റ്. ആർദ്രത, അനുഭൂതി. പൂക്കളെ കാണുമ്പോൾ ഇഷ്ടമാണ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ അതനുസരിക്കാവൂ.